ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച്. അപ്പോൾ മാംഗ്ലൂരിലുള്ളപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കിട്ടാറുള്ള ഒരു സാൻഡ്വിച്ച് ആയിരുന്നു ഇത്. അവിടെ എപ്പോൾ പോയാലും മക്കളിത് വാങ്ങാതിരിക്കില്ല. അപ്പോൾ അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പുതിന ലീഫ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ലീഫാണ് കേട്ടോ. അപ്പോൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയും 1/2 കപ്പ് മല്ലിയിലയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 3 വെളുത്തുള്ളി അല്ലി അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് ജസ്റ്റ് ഒന്ന് 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. നമ്മുടെ ഈ ഒരു ലീഫൊക്കെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ കുറച്ച് അധികം തിക്കായിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം. അപ്പോൾ മൂടിയിലുള്ളതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിനുള്ള ചട്നി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചട്നി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ പെട്ടെന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ബ്രെഡിലോട്ട് ആദ്യം ഒന്ന് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചട്നി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ബട്ടർ പുരട്ടി കൊടുക്കുന്ന പോലെ തന്നെ ചട്നി ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ വെച്ച് കൊടുക്കുക. അതുപോലെ കുക്കമ്പർ സ്ലൈസ് ചെയ്തത് അതും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി, ഒരുപാടൊന്നും വേണ്ട. 2 സ്ലൈസ് ടൊമാറ്റോയും 2 സ്ലൈസ് കുക്കമ്പറും കൂടെ കക്കിരിയാണ് കേട്ടോ, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ പീസിലോട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാനുള്ള പീസിലോട്ട് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതിന് നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ കുറച്ചും കൂടെ, കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ചാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു ചട്നി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് സാധാരണ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്